മുഖ്യമന്ത്രി ചർച്ചയിൽ നാടകീയ നീക്കങ്ങൾ. കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തൻ എ പി അനിൽകുമാർ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ. നിയമസഭാ കക്ഷി യോഗത്തിന് പിന്നാലെയാണ് വേണുഗോപാലിന്റെ വിശ്വസ്തനായ അനിൽകുമാർ അതീവ രഹസ്യമായി ചെന്നിത്തലയുടെ വസതിയിൽ എത്തിയത്. ഇത് എന്തിന്റെ സൂചനയാണ്? ഡാൻ കുര്യൻ എന്നോടൊപ്പം ചേർന്നു. ഡാൻ കുര്യൻ, ഇത് സമവായം സൃഷ്ടിക്കാനുള്ളൊരു നീക്കമാണോ, അതോ സന്ദേശവുമായി എത്തിയതാണോ, അതോ മറ്റ് എന്തെങ്കിലും വാഗ്ദാനങ്ങളുമായി വന്നതാണോ? എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ? മനു, നിയമസഭാ കക്ഷി യോഗം അവസാനിച്ചതിന് ശേഷം അരമണിക്കൂർ മുമ്പാണ് KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തനായ എ പി അനിൽകുമാർ വഴുതക്കാടുള്ള രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ അതീവ രഹസ്യമായി എത്തിയത്. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന MLA-മാരിൽ ജ്യോതികുമാർ ചാമക്കാട് ഉൾപ്പെടെയുള്ളവരും വസതിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട ഒരു ചർച്ചയാണ് അവിടെ നടന്നത്. അതിനുശേഷം പുറത്തിറങ്ങിയ എ പി അനിൽകുമാർ നമ്മളോട് പ്രതികരിച്ചത് താൻ വ്യക്തിപരമായ ഒരു കാര്യം രമേശ് ചെന്നിത്തലയോട് സംസാരിക്കാനാണ് എത്തിയത് എന്നാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യങ്ങളിലേക്കും വിശദീകരണം നൽകാതെ. കോൺഗ്രസ് നേതാവാണ് ഞാൻ, പിന്നെ എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് പറയാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഡാൻ, വ്യക്തിപരമായ ഒരു കാര്യം പറയാനാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വരുന്നു. വ്യക്തിപരമല്ല എന്ന് ഉറപ്പിക്കേണ്ടതിന്റെ കാരണം ഈ സംസാരം നടന്നിരിക്കുന്നത്, കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് എ പി അനിൽകുമാറും രമേശ് ചെന്നിത്തലയും മാത്രം ഇരുന്നു കൊണ്ടല്ല. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ജ്യോതികുമാർ ചാമക്കാലയും ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ള ഐ ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാക്കൾ, ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്ന മറ്റുള്ളവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമായ വിവരം കിട്ടിയിട്ടില്ല. പക്ഷേ ഇത്രയധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്രയും പേർ ഇരിക്കുന്നിടത്ത് അനിൽകുമാർ വന്ന് ചെന്നിത്തലയോട് മാത്രമായി ഒരു രഹസ്യം പറഞ്ഞിട്ട് പോകുമെന്ന് ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. വളരെ നാടകീയമായ ഒരു നീക്കമാണ് ഉണ്ടായത്. ഏതായാലും അതീവ രഹസ്യമായി നടന്ന യോഗം ഡാൻ കുര്യൻ കണ്ടെത്തി അല്ലേ? ഏറുന്നുണ്ടായിരുന്നു. നമുക്ക് ചെറിയൊരു സൂചന കിട്ടി. KPCC ആസ്ഥാനത്ത് നമ്മൾ ഇവിടേക്ക് എത്തിയതായിരുന്നു. അപ്പോഴാണ് ഈ അഭ്യൂഹങ്ങൾക്ക് ചൂടേറ്റിക്കൊണ്ട്, അതായത് പിന്തുണ കൂടുതൽ കെ.സി. വേണുഗോപാൽ പക്ഷത്തിനാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ അതിൽ ചില അന്തർധാരകൾ ഉണ്ടാകുന്നു, പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുന്നു, ഒരു സെറ്റിൽമെന്റിലേക്ക് നേതൃത്വം എത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി ആ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു നീക്കം കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തനായ എ പി അനിൽകുമാർ സൂചിപ്പിച്ച ആ ഒരു വിഷയമാണ്. ഒരു സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ആ സെറ്റിൽമെന്റിന്റെ ഫോർമുല എന്തായിരിക്കും സെറ്റിൽമെന്റ് ഫോർമുല എന്നാണ് ഒരു ഊഹമാണ് ഡാൻ. ഇപ്പൊ കാര്യങ്ങൾ വ്യക്തമല്ല, പക്ഷേ എന്തായിരിക്കാം ഒരു സെറ്റിൽമെന്റ് ഫോർമുല എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമോ? അതായത് വളരെ കൃത്യമായി MLA-മാരുടെ പിന്തുണ, ഭൂരിപക്ഷം MLA-മാരുടെയും പിന്തുണ തനിക്കാണ് എന്ന കാര്യം ഹൈക്കമാൻഡിന് മുന്നിൽ ബോധ്യപ്പെടുത്താൻ ഇന്ന് MLA-മാരെ കൊണ്ട് തന്റെ പേര് പറയിപ്പിച്ചതിലൂടെ കെ.സി. വേണുഗോപാലിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കെ.സി. വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ മുഖമായി നിൽക്കുന്ന ഒരു നേതാവാണ്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് കേരളത്തിലേക്ക് എത്തിയാൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാനിടയുള്ള എല്ലാ തരത്തിലുള്ള വിമർശനങ്ങളെക്കുറിച്ചും എല്ലാ തരത്തിലുള്ള പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാനിടയുള്ള പൊട്ടിത്തെറികളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി ധാരണയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒരു അപ്രതീക്ഷിതമായ ഒരു നീക്കം, അല്ലെങ്കിൽ സമവായ നീക്കത്തിന് കെ.സി. വേണുഗോപാൽ ശ്രമിക്കുകയാണ്. MLA-മാരുടെ കൂടുതൽ പിന്തുണ തനിക്കാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും ഒരുപോലെ പിണക്കിക്കൊണ്ട് കേരളത്തിൽ ഒരു സർക്കാരിൽ മുന്നോട്ട് പോകൽ അത്ര എളുപ്പമല്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സമവായ ഫോർമുല വെക്കുന്നു. അതിൽ ആദ്യം രമേശ് ചെന്നിത്തലയെ തൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുവാൻ എന്ത് വാഗ്ദാനം കൊടുത്തു എന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടാകണം. രമേശ് ചെന്നിത്തലയെ സ്വാധീനിക്കാൻ കഴിയുമോ കെ.സി. വേണുഗോപാലിന്? അവിടെയാണ് ഒരു വ്യക്തത ഉണ്ടാകാനുള്ളത്. അതായത് കെ.സി. വേണുഗോപാൽ എത്തുന്നതിന് രമേശ് ചെന്നിത്തലയുടെ പിന്തുണ തേടുകയാണോ ചെയ്തിരിക്കുന്നത്, അതോ അതിനപ്പുറത്തേക്ക് ആദ്യത്തെ 2 വർഷം ഒരു സെറ്റിൽമെന്റ് ആൾ രംഗത്തേക്ക് വരുന്നു, മുഖ്യമന്ത്രിയാകുന്നു, അതിന് പിന്നാലെ കെ.സി. വേണുഗോപാൽ വരുന്നു. ഇങ്ങനെ ഒരു ഫോർമുലയാണോ? ഇതിൽ ഏതാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും നമ്മൾ രാവിലെ മുതൽ സൂചിപ്പിക്കുന്ന പോലെ ഹൈക്കമാൻഡിന്റെ നിലപാടായിരിക്കും ഈ വിഷയത്തിൽ നിർണായകമായി മാറുക. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുമായി രമേശ് ചെന്നിത്തല ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സോണിയാഗാന്ധിയുടെ മറുപടി എന്തായിരുന്നു എന്ന
ചോദ്യത്തിന് പക്ഷേ വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിട്ടുമില്ല. മല്ലികാർജ്ജുന ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്താൻ ഇന്നലെ രമേശ് ചെന്നിത്തല ശ്രമിച്ചിരുന്നു. അതിനുശേഷം വളരെ രഹസ്യമായാണ് 10 ജൻപത് വസതിയിലെത്തി സോണിയാഗാന്ധിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നതെന്ന വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ നീക്കങ്ങളിൽ, അതായത് ഇപ്പോൾ സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നാടകീയമായ സംഭവങ്ങളിൽ ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ അത് ഏത് ഒരു കാര്യം ഉറപ്പാണ്, ഏതായാലും നമ്മുടെ മുൻ KPCC പ്രസിഡന്റ് KC വേണുഗോപാലിനൊപ്പമാണ്. എന്നെ പിന്തുണയ്ക്കുന്ന ആളെ ഞാനും പിന്തുണയ്ക്കും എന്ന് അദ്ദേഹം പറയുമ്പോൾ പറയാതെ പറയുന്നത് KC വേണുഗോപാലിനൊപ്പമാണെന്നാണ്. അപ്പോൾ രമേശ് ചെന്നിത്തലയെ കൂടി തൻ്റെ പക്ഷത്തേക്കാക്കിയാൽ ഒരു പക്ഷേ കേരളത്തിൽ വലിയ ഒരു പിന്തുണ നേടാൻ തനിക്ക് കഴിയും. 1, 2 MLA-മാരുടെ പിന്തുണയുണ്ട്. ഇനി ആവശ്യം ജനങ്ങളുടെ, വോട്ടർമാരുടെ, കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയ സാധാരണക്കാരുടെയൊക്കെ ഒരു വലിയ പിന്തുണ. അപ്പോൾ കോൺഗ്രസിൻ്റെ മുഖങ്ങളെല്ലാം തന്നോടൊപ്പം എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കാൻ KC വേണുഗോപാലിന് ഈ ഒരു ദൗത്യം വളരെ നിർണായകമാണ്. ആ ഒരു ദൂതുമായി തന്നെയാണോ അനിൽകുമാർ വന്നത് എന്ന് നമുക്ക് സംശയിക്കേണ്ടതല്ലേ ഡാൻ? അവിടെ എടുത്തു പറയേണ്ട കാര്യം, ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ 3 പേരും, അതായത് VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല. ഇതാണ് സാഹചര്യം. അപ്പോൾ KC വേണുഗോപാലിന്റെ പക്ഷത്തേക്ക് രമേശ് ചെന്നിത്തലയെ അങ്ങനെ അടുപ്പിച്ച് നിർത്തുക എന്ന് പറഞ്ഞാൽ അത് എത്ര കണ്ട് പ്രായോഗികമായി നടക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് അതിനുള്ള സാധ്യത, അത് എത്ര കണ്ട് സാധ്യമാണ് എന്ന കാര്യത്തിലും ഒരു സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സെറ്റിൽമെന്റ് ഫോർമുല രൂപപ്പെടുകയാണെങ്കിൽ RC KC ഇങ്ങനെയൊരു ധാരണയിലേക്കാണോ എത്തുന്നത് എന്ന സൂചനയാണ് ഇപ്പോഴത്തെ ഈ കൂടിക്കാഴ്ചയൊക്കെ വിരൽ ചൂണ്ടുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം ആരെ എന്നൊരു ചോദ്യം ഉയരും. അവിടെ ഒരു പക്ഷേ, അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, KC വേണുഗോപാൽ പെട്ടെന്ന് വന്നൊരു പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിക്കുമോ, അതോ അദ്ദേഹം വളരെ ക്ഷമയോടെ കാത്തിരിക്കുമോ? ഇതിൽ ഏതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. ഒരു കാര്യം ഡാൻ പറയുന്നത്, 2.5 വർഷ ഫോർമുല കോൺഗ്രസിൽ പല ഘട്ടങ്ങളിൽ പരിശോധിച്ചതാണ്. പക്ഷേ അത് താഴെ തട്ട് മുതൽ മോൾ തട്ട് വരെ പലയിടങ്ങളിൽ ഈ 2.5 വർഷ ഫോർമുല പാളിപ്പോയതിൻ്റെ കഥകൾ, ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ 2.5 വർഷം കഴിഞ്ഞാൽ ആൾ ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നീട് അത് വലിയ പ്രശ്നമാകും. കർണാടകയിൽ ഏറ്റവും ഒടുവിൽ നമ്മളത് കേട്ടതാണ്. 2.5 വർഷം കഴിയുമ്പോൾ താൻ ഒഴിയാൻ തയ്യാറല്ല, സർക്കാരിന് നല്ല പ്രതിച്ഛായയാണ് എന്ന് കരുതി മുഖ്യമന്ത്രി അവിടെ തന്നെ തുടരുന്നു. അപ്പോൾ നിർബന്ധിച്ച് അദ്ദേഹത്തെ പുറത്താക്കാനാകില്ല. അപ്പോൾ ഇത് ആ നിലയ്ക്കുള്ളൊരു പ്രതിസന്ധി എല്ലാ ഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അത് അംഗീകരിക്കാൻ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ പോലെ അത്രയും പരിണിതപ്രജ്ഞനായ ഒരു കോൺഗ്രസ് നേതാവ് ഈ സംസ്ഥാനത്തിന് പുറത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലൊക്കെ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിൽ നയിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തല എനിക്ക് തോന്നുന്നില്ല ആ കാര്യമൊക്കെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ഉപമുഖ്യമന്ത്രി ഫോർമുല രമേശ് ചെന്നിത്തല സ്വീകരിക്കാൻ സാധ്യത, എന്തെങ്കിലും തരത്തിലുള്ളൊരു സാധ്യത ഡാൻ കുര്യൻ കാണുന്നുണ്ടോ? നിലവിൽ അതിനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. കാരണം ഒന്നുകിൽ ഇതിൽ ഒരു പരിഹാരത്തിലേക്ക് നീങ്ങിക്കൊണ്ട് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യ ടേം ചെന്നിത്തലയ്ക്ക് കൊടുത്തുകൊണ്ട് പിന്നീട് പതുക്കെ KC വേണുഗോപാൽ സംസ്ഥാനത്തേക്ക് എൻ്റർ ആകുക എന്നത് മാത്രമാണ്. അതല്ലാതെ KC വേണുഗോപാൽ നേരിട്ട് ഈ MLA-മാരുടെ പിന്തുണ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് പിന്തുണ കൂടി ഉറപ്പാക്കിക്കൊണ്ട് സംസ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ നമുക്കറിയാം. പ്രത്യേകിച്ച് VD സതീശിനു വേണ്ടി ഘടകകക്ഷികളിൽ ഒരു വിഭാഗം അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്യമായ പ്രതികരണങ്ങൾ, ഇടപെടലുകൾ, അത് തെരുവിലേക്ക് കൂടി വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ VD സതീശനെ കൂടി വിശ്വാസത്തിലെടുക്കേണ്ടത് KCക്ക് അനിവാര്യതയാണ്. അതില്ലാതെ ഒരിക്കലും ഒരു സർക്കാർ രൂപീകരിച്ചുകൊണ്ട് സുഗമമായി മുമ്പോട്ട് പോകാൻ KC വേണുഗോപാലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും. അതിനിടയിലാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു ത്രില്ല്, ഒരു സസ്പെൻസ് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. പക്ഷേ എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെയൊരു സമയത്ത്, നിർണായകമായൊരു സമയത്ത് ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് AP അനിൽകുമാർ ചെന്നിത്തലയുടെ വസതിയിൽ മറ്റ് MLA-മാരുടെ സാന്നിധ്യത്തിൽ ഈ ചർച്ചയ്ക്ക് എപ്പോഴാണ് അനിൽകുമാർ എത്തിയത്? എത്ര സമയം നീണ്ടു? അത് അനിൽകുമാറിന്റെ ഒരു ശരീരഭാഷ കാണുമ്പോൾ അദ്ദേഹം കുറേയൊക്കെ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അൻവർ സാദത്തിനെ ഞാൻ കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന്, ആ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന്, ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ഡാൻ മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടാകും. വേറെ ആരും ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഡാൻ, എന്താണ് ഡാനിന് വായിച്ച് എടുക്കാൻ കഴിയുന്നത്?
ആ ചർച്ച വ്യക്തിപരമല്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. വരികൾക്കിടയിൽ ഉറപ്പാണ് ആ ചർച്ച വ്യക്തിപരമായ അനിൽകുമാറിന്റെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അത് ഫോണിൽ വിളിച്ച് സംസാരിച്ചാൽ മതി. ഫോൺ സുരക്ഷിതമല്ലെങ്കിൽ വാട്സാപ്പിലൂടെ സംസാരിക്കാം. ഈ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അൻവർ സാദത്തും ജ്യോതികുമാർ ചാമക്കാലയും ഉൾപ്പെടെയുള്ള ഐ ഗ്രൂപ്പിലെ മറ്റ് രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായ MLA-മാരുടെ സാന്നിധ്യം കൂടി ആ കൂടിക്കാഴ്ചയിൽ ഉണ്ട് എന്നത് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ അങ്ങനെ MLA-മാരുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തിപരമാണെന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ വിശ്വസിക്കുക വയ്യ. അതിനപ്പുറത്തേക്ക് അതിൽ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഒരു ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായിട്ടുള്ളതാണോ? അങ്ങനെയെങ്കിൽ ആ ഒത്തുതീർപ്പ് ഫോർമുല എന്ത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. KC വേണുഗോപാലിന് MLA-മാരുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി ചെന്നിത്തല വിഭാഗത്തിന്റെ കൂടി പിന്തുണ ഉറപ്പിക്കാനായി നടത്തിയ നീക്കമാണോ? അതോ അതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഈ നിർണായക സമയത്ത് കൈകോർക്കുകയാണോ? സംസ്ഥാന രാഷ്ട്രീയത്തിൽ VD സതീശൻ അതൊരു വലിയ പോസിബിലിറ്റി. അവർ കൈകോർത്താൽ ഒരുപക്ഷെ മറ്റെന്തെങ്കിലുമൊക്കെ ഓഫറുകൾ വെക്കാം, അല്ലെങ്കിൽ മറ്റേ ഈ ഡാൻ പറഞ്ഞ പോലെ ടേം വ്യവസ്ഥയിലേക്ക് വേണമെങ്കിൽ നിശ്ചയിക്കാം. പക്ഷേ അങ്ങനെ കൈകോർത്താൽ ഈ പ്രശ്നം തീരുമോ? ഒരുപക്ഷെ MLA-മാർ KC വേണുഗോപാലിനൊപ്പമായിരിക്കാം, ഹൈക്കമാൻഡ് KC വേണുഗോപാലിനൊപ്പമായിരിക്കാം, കോൺഗ്രസ് അധ്യക്ഷൻ ഒരുപക്ഷെ കൂടുതൽ അടുപ്പം KC വേണുഗോപാലിനോടായിരിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സംസ്ഥാനത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു വികാരമില്ലേ? ആ വികാരത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുമോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് കോൺഗ്രസിനെ കൂടുതൽ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുമോ? എന്താണ് ഡാൻ, അത് സംബന്ധിച്ച് ഈ ചർച്ചയിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകുമോ? അതായത് KC വേണുഗോപാൽ മുമ്പോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ന്യായം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും ആരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തിയാൽ ആ UDF-ന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക, കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യത്തിന് ഒരു പർട്ടിക്കുലർ പേര് ഉയർത്തിക്കാണിക്കുന്ന സാഹചര്യം ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മുൻപും അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. പാർലമെന്ററി പാർട്ടിയിൽ ഏറ്റവും പിന്തുണ ലഭിക്കുന്നയാളെ ഹൈക്കമാൻഡിന്റെ അനുമതിയോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നടപടിയാണ് എല്ലാ കാലത്തും കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളത്. അതങ്ങനെ മാത്രമായിരിക്കും ഇത്തവണയും ഉണ്ടാകുക എന്ന കാര്യം നേരത്തെ തന്നെ പരസ്യമായി തന്നെ നേതാക്കൾ അറിയിച്ചിട്ടുള്ളതാണ്. പിന്നീട് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് VD സതീശനിലേക്ക് മാത്രം ഒതുക്കാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് KC വേണുഗോപാൽ പക്ഷം ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതൃനിര തമ്പടിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തിയ പ്രചാരണത്തിന്റെ ഫലം കൂടിയാണ് ഈ വിജയം. അതിനപ്പുറത്തേക്കൊരു വലിയ ഭരണവിരുദ്ധ വികാരം ഇവിടെ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർ ഉറപ്പിക്കുകയാണ്. AICCയുടെ നിരീക്ഷണത്തിൽ രണ്ട് കാര്യങ്ങളാണ് ഈ വലിയ ഞാൻ അവിടെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഈ MLA-മാരെ സ്ഥാനാർത്ഥികളെ അന്ന് തീരുമാനിക്കുമ്പോൾ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു നിലപാടെടുത്തത് ഹൈക്കമാൻഡാണ്. അപ്പോൾ MP-മാർ വേണ്ട എന്ന് പറഞ്ഞാണ് അന്ന് K. സുധാകരനെ മാറ്റി നിർത്തിയത്, അന്ന് നമ്മുടെ അടൂർ പ്രകാശിനെ മാറ്റി നിർത്തിയത്. അങ്ങനെ ഇവർക്കൊക്കെ താല്പര്യമുണ്ടായിരുന്നു ഈ സ്ഥാനത്തേക്ക്, പല സ്ഥാനങ്ങളിലേക്ക് വരാൻ. ഇപ്പം മുഖ്യമന്ത്രി താല്പര്യമുള്ള ഒരാളെ മാത്രം പരിഗണിക്കുമ്പോൾ മന്ത്രിയാകാൻ താല്പര്യമുള്ള പല ആളുകളും ഉണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പോൾ പുറത്താണ്. ഇത് പക്ഷേ ഒരുപക്ഷെ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സുധാകരൻ ഇത് അംഗീകരിക്കുന്നു. പക്ഷേ അടുത്ത ഇപ്പുറത്തേക്ക് വരുമ്പോൾ മറ്റ് ആളുകൾ, മറ്റു നേതാക്കൾ ഇത് അംഗീകരിക്കും എന്ന് കരുതേണ്ടതുണ്ടോ? അതായത് അവിടെയാണ് VD സതീശന്റെ രാഷ്ട്രീയ ഭാവിയെ, രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് വിലങ്ങ് തടിയായി മാറിയ ഒരു സംഭവം എന്ന് പറയുന്നത് അന്ന് അദ്ദേഹം ഹൈക്കമാൻഡിന് മുമ്പിൽ സ്വീകരിച്ച ആ നിലപാട് തന്നെയാണ്. അതായത് MP-മാർ മത്സരിച്ചാൽ അത് നൽകുന്നത് തെറ്റായ സന്ദേശമായിരിക്കും, അങ്ങനെയെങ്കിൽ തനിക്ക് ആ നിലപാട് കടുപ്പിക്കേണ്ടി വരും എന്ന തരത്തിൽ VD സതീശന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലാണ് K. സുധാകരൻ ഉൾപ്പെടെയുള്ള MP-മാർക്ക് മത്സരിക്കുന്നതിന് അവസരം നിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് സുധാകരൻ പക്ഷമൊക്കെ പറയുന്നത്. അതായത് ഹൈക്കമാൻഡിന് എതിർപ്പില്ലായിരുന്നു MP-മാർ മത്സരിക്കുന്നതിനോട്, ജയസാധ്യത മാത്രമാണ് മാനദണ്ഡമെന്ന് ആദ്യഘട്ടം മുതൽ ഹൈക്കമാൻഡ് പറയുകയും പിന്നീട് MP-മാരുടെ കാര്യം വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു കടുംപിടുത്തത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് തങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടത് എന്ന ഒരു വികാരത്തിലാണ് K. സുധാകരൻ അടക്കം VD സതീശനെതിരെ പരസ്യമായ പ്രതികരണവുമായി ഇന്ന് ഉൾപ്പെടെ രംഗത്തെത്തുന്നത്. അതായത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രസക്തമാണ്. പല സതീശന്മാരുണ്ട് പാർട്ടിയിൽ എന്ന് K. സുധാകരൻ പറഞ്ഞു വെക്കുന്നത് അത് VD സതീശനെ കൃത്യമായി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ നടത്തിയ രാഷ്ട്രീയമായ പരാമർശമാണ്. അങ്ങനെ പറയാനിടയായ സാഹചര്യം സുധാകരന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം തരുമെന്ന് നേരത്തെ വാക്ക് കൊടുത്തിരുന്നതാണ് ദേശീയ നേതൃത്വം. അത് നിഷേധിക്കപ്പെട്ടതിന്റെ കാരണം പ്രതിപക്ഷ നേതാവ്
ഉണ്ടാവുന്ന ആക്ഷേപമാണ് സുധാകരൻ മുമ്പോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ച MK രാഘവൻ, ഷാഫി പറമ്പിൽ, കൊടിക്കുന്നിൽ സുരേഷ്, കെ സുധാകരൻ, അടൂർ പ്രകാശ്, ഇങ്ങനെ പ്രത്യക്ഷത്തിൽ 5 പേർ, അതിന് മുകളിൽ 8 പേർ വരെ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇങ്ങനെ ഈ MP-മാർ കൃത്യമായി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്താൻ ആഗ്രഹിച്ചെങ്കിലും ആ കടത്തുവരവിന് തടസ്സമായി മാറിയത് അന്ന് സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന നേതാക്കൾ എടുത്ത ഒരു കടുംപിടുത്തമാണ്. അവിടെ VD സതീശന്റെ നിലപാട് നിർണായകമായി മാറി. അതിന് ഒരു പകരം വീട്ടലായി ഈ MP-മാർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. അതായത് പൊതുവികാരം ഒരു വശത്തിങ്ങനെ നിൽക്കുമ്പോൾ മറുവശത്ത് MP-മാരുടെയും MLA-മാരുടെയും ഭൂരിപക്ഷ പിന്തുണ തങ്ങൾക്കാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനുള്ള, സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായകമായ പദവിയിലേക്ക് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റിയിരുത്തിയ 10 വർഷത്തിനിപ്പുറം ചരിത്ര വിജയത്തിൽ സെഞ്ചുറി തികച്ചുകൊണ്ട് അധികാരത്തിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ തന്നെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ്. അതിനിടയിലാണ് രമേശ് ചെന്നിത്തലയെ, ഈ ചർച്ചകളിൽ മുൻപിൽ നിന്നിരുന്ന 3 പേരുകാരിൽ പ്രധാനിയായ രമേശ് ചെന്നിത്തലയെ AP അനിൽകുമാർ വസതിയിലെത്തി കണ്ട് അരമണിക്കൂറോളം ചർച്ച നടത്തി. അതിനുശേഷം വ്യക്തിപരമായ കാര്യത്തിനാണ് താൻ കണ്ടത് എന്ന് പറഞ്ഞ് AP അനിൽകുമാർ വസതിയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു സന്ദേശം, ഒരു ദൂതനായാണ് അനിൽകുമാർ എത്തിയിരിക്കുന്നതെന്ന് വേണം വായിച്ചെടുക്കാൻ. അങ്ങനെയെങ്കിൽ KC വേണുഗോപാൽ എന്ത് സന്ദേശമാണ് അനിൽകുമാറിലൂടെ ചെന്നിത്തലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്? അതിന് ചെന്നിത്തല നൽകിയ മറുപടി എന്താണ്? അവിടെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായകമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സസ്പെൻസ് അതിനുവേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഡൽഹിയിലേക്ക് ഇന്ന് മടങ്ങുന്നതിന് പിന്നാലെ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ അടുത്ത ദിവസം ഡൽഹിക്ക് വിളിപ്പിക്കും. ഡൽഹിയിൽ വെച്ച് നിർണായകമായ ഒരു കൂടിക്കാഴ്ച കൂടി നടക്കും. അതിന് പിന്നാലെ 10 ജൻപത് വസതിയിൽ നിന്ന് സോണിയാഗാന്ധി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ വ്യക്തതയും വെക്കും. വ്യക്തമാണ്. ഡാനിന്റെ വിശദമായ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. ഒരു രഹസ്യ യോഗം അവിടെ നടന്നിരിക്കുന്നു. അനിൽകുമാർ എത്തിയത് തീർച്ചയായും KC വേണുഗോപാലിൻ്റെ ദൂതനായി ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. താനൊരു പേഴ്സണൽ കാര്യം പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ അത് ഈ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ സന്നിഗ്ധ ഘട്ടത്തിൽ, അതൊരു പേഴ്സണൽ കാര്യമല്ല. ആ പേഴ്സണൽ കാര്യത്തിന് പുറകിൽ ഒരു പൊളിറ്റിക്കൽ കാര്യമുണ്ട്.